മാളത്തിൽ നിന്ന് പുകഞ്ഞ് പുറത്തേക്ക് ചാടുന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ നിലപാട് നേരത്തെ പറഞ്ഞാണ്. അതിൽ ചില തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ പാർട്ടി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. നിയമ നടപടിയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ UDF എല്ലാ മതവർഗീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടി ചേർത്തുകൊണ്ടുള്ള അപകടകരമായ ചില നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഫലം വന്ന് എണ്ണിക്കഴിഞ്ഞ ഉടനെ തന്നെ CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്ന് ആഹ്ലാദ നൃത്തമാടി പടക്കം പൊട്ടിച്ചത് SDPI ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. UDF പോലും അല്ല. ഒരു ഭാഗത്ത് ഇത്തരം ജമാഅത്ത് ഇസ്ലാമി, SDPI ഇവയൊക്കെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നെങ്കിൽ, മറുഭാഗത്ത് BJP ദയനീയ പരാജയത്തിലേക്ക് എത്താതിരിക്കാൻ BJP രക്ഷപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവും UDF നേതാക്കന്മാരുമാണ്. കാരണം BJP തകർന്ന് തരിപ്പണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ഈ അടിയൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല, മത്സരം UDFും BJP ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിലൂടെ വലിയൊരു പരസ്യമാണ് BJPക്ക് നൽകിയിട്ടുള്ളത്. BJPക്ക് വോട്ട് ചെയ്യാൻ മടിച്ചവരുടെ ഇടയിൽ പോലും, കാരണം എന്തായാലും വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് കരുതിയവരുടെ ഇടയിൽ പോലും BJP പ്രധാന മത്സരത്തിലാണെന്ന് തോന്നുന്ന നിലയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അങ്ങനെ BJPക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്ന് കരുതിയ വോട്ടർമാരെ പോലും BJPക്ക് വോട്ട് ചെയ്യിക്കാനാണ് ആ സമീപനം കാരണമായത്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു, UDF LDF ആണ് മത്സരം. UDFും LDFുമാണ് എന്നുള്ള മത്സരം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തെറ്റായ പ്രചരണം നടത്തിയത്. ഈ തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് BJP ഇത്രയെങ്കിലും വോട്ട് വാങ്ങിയത്. ഇല്ലെങ്കിൽ ഇതിലും ദയനീയമാകും സ്ഥിതി. അപ്പോ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, SDPI എന്നിവരെയൊക്കെ സംരക്ഷിക്കുകയാണ്, ഇപ്പുറത്ത് BJPയുടെ രക്ഷാധികാരിയായി പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുകയാണ്, കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം പ്രവർത്തിക്കുകയാണ്. എല്ലാ നിലയിലും മതവർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത കാരണം സമനില തെറ്റിയവരായി കേരളത്തിലെ UDF നേതാക്കന്മാർ മാറി. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തി അഴിമതി നടത്തണം. ഗ്രൂപ്പ് പോരും തമ്മിലടിയും കെടുകാര്യസ്ഥതയും കാട്ടുകൊള്ളയും UDFന്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പോഴും സ്വപ്നത്തിൽ ഒരു ഹൊറർ സിനിമയെ കുറിച്ച് ഓർത്ത് ഞെട്ടുന്നത് പോലെ ഞെട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തണം, ഇടതുപക്ഷ സർക്കാരിന്. അപ്പൊ അധികാര കൊതിയുടെ അന്ധത കാരണം മതവർഗീയ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്തുകൊണ്ടാണ് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ ജനത മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. പാലക്കാട് ധാരണ ഉണ്ടെന്ന് ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. CPIയുമായിട്ട് ധാരണകൾ ഉണ്ടായിരുന്ന ചർച്ച നടത്തിയെന്ന് വിഭാഗത്ത് പറയുന്നു. UDFുമായി ധാരണ ഉണ്ടായിട്ടുള്ള ചോദിച്ചാൽ പിന്നീട് പറയാന്ന് പറയും. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് വളരാൻ കേരളത്തിന്റെ മണ്ണ് അനുകൂലമാകണമെങ്കിൽ കേരളം ഭരിക്കേണ്ടത് LDF അല്ല, UDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ എളുപ്പമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കേരളത്തിൽ വളരാൻ സൗകര്യം UDF ഭരിക്കുമ്പോഴാണ്. ഇന്ന് കേരളത്തിൽ ഒരു മതവർഗീയ കലാപവും ഇല്ല. ഇന്ന് കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന എന്തെങ്കിലും നീക്കമുണ്ടെങ്കിൽ സർക്കാർ മുഖം നോക്കാതെ നിലപാടെടുക്കും. അങ്ങനെയുള്ള പ്രത്യേകത കേരളത്തിലുണ്ട്. അപ്പോൾ LDF സർക്കാർ ഭരിക്കുമ്പോൾ മതവർഗീയ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമില്ല. അതുകൊണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ വളർച്ചയെ ബന്ധപ്പെട്ട് കേരളത്തിൽ UDF ഭരിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ സർക്കാർ കക്ഷി ചേരും, രണ്ട് വർഗീയതയും സർക്കാർ പാലൂട്ടി വളർത്തും, പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും താഴ്ത്തിറക്കി UDFന്റെ ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് BJP ഉൾപ്പെടെയുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ, SDPI, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങളാണ്. ഇരു മതവർഗീയവാദികളും UDF ഭരണം കേരളത്തിൽ ആഗ്രഹിക്കും. കാരണം അവർക്ക് വളരണമെങ്കിൽ UDF കേരളത്തിൽ. ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അവരുടെ അന്വേഷണത്തിൽ തൃപ്തികരമല്ലാന്നാണ് സർക്കാർ. CBI അന്വേഷണത്തിൽ എന്താണ് ഹൈക്കോടതി ചോദിക്കുകയും അത് ആ ഘട്ടത്തിൽ പറയും. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് പാർട്ടിയും ഗവൺമെന്റും ഒക്കെ പറഞ്ഞത്. ഒന്ന്, BJPയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ കക്ഷി ചേരാൻ ഞങ്ങളില്ല. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ തമ്മിലുള്ള ഗ്രൂപ്പ് തല്ലിലോ
കക്ഷി ചേർന്ന് അത് രൂക്ഷമാണെന്നോ അത് കുറവാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് ശരിയാണ്, ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞങ്ങളില്ല. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. എന്നാൽ ബി ജെ പിക്കകത്ത് ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ബി ജെ പിക്കകത്ത് ഇനി ഒരു ആഭ്യന്തര പ്രശ്നമില്ല, ബി ജെ പി ഒറ്റക്കെട്ടാണെങ്കിലും കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് കുറയും. കാരണം എന്താ? കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട ഫണ്ടൊന്നും നൽകുന്നില്ല. ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് പോലും ഫണ്ട് ഇതുവരെ തരാൻ തയ്യാറായിട്ടില്ല. എത്ര സംസ്ഥാനങ്ങൾ അതിനുശേഷം സഹായിച്ചു, കേരളത്തെ സഹായിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്ത വോട്ടർമാരിൽ ഉൾപ്പെടെ കടുത്ത പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത്തെ നമ്മൾ കാണേണ്ട പ്രശ്നം ബി ജെ പിക്കകത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇതൊരു പുതിയ സംഭവമാണോ? ഞാൻ മുമ്പ് കേന്ദ്രമന്ത്രിയുടെ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞില്ലേ, കേരളത്തിൽ ഇത് കുറവാണ്. കേരളത്തിന് പുറത്ത് ബി ജെ പി നേതൃത്വം മാധ്യമങ്ങളോടുക്കുന്ന സമീപനം എന്താ? ബി ജെ പിക്കെതിരെ വാർത്തകൾ ഉത്തരേന്ത്യയിലും മറ്റും കൊടുത്തു കഴുത്ത് തലയുണ്ടാവില്ല. എത്ര മാധ്യമ സ്ഥാപനങ്ങൾ കയറി അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങളെ പൂട്ടിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നിസ്വാർത്ഥമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഭീകരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ബി ജെ പി എന്ന പാർട്ടി. ആ ബി ജെ പി എന്ന പാർട്ടി കേരളത്തിൽ അത്രത്തോളം നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട്. ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉറപ്പിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, നിങ്ങളൊക്കെ സുരക്ഷിതരാണ്. എന്ത് വാർത്തയും നിങ്ങൾ കൊടുക്കും, സംസ്ഥാന സർക്കാരിനെതിരെ എന്തും കൊടുക്കാം, ആർക്കെതിരെ എന്ത് അസംബന്ധവും കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും വരില്ല. കാരണം ഇവിടെ ഭരണം നടത്തുന്നത് സംസ്ഥാന സർക്കാർ, LDF സർക്കാർ. എന്നാൽ നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നുള്ളത് പരിശോധന നടത്തി നോക്കൂ. നിങ്ങൾ ഒരു ഗ്രൂപ്പായി ഒരു ടീമായി ഒരു പിക്നിക്കിന് പോകും, ഓരോ സ്റ്റേറ്റിൽ പോകും, ഒരു ടൂർ പോയി നോക്കൂ. എത്ര മാധ്യമ പ്രവർത്തകർ ഭീകരമായി മർദ്ദനേറ്റിട്ടുണ്ട്. ഒരു വാർത്ത കൊടുക്കാൻ പറ്റുമോ? വാർത്ത കൊടുക്കാൻ പറ്റില്ല. വാർത്ത ബി ജെ പിക്കെതിരെ കൊടുത്താൽ, ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കൊടുത്താൽ ഭീകരമായി മർദ്ദിക്കും. പോലീസ് വേറെ നിലയിൽ കൈകാര്യം ചെയ്യും. ഇതൊക്കെയല്ലേ നടക്കുന്നത്. എത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട്. ആ പാർട്ടിയാണ് ബി ജെ പി. ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞതിൽ ഒരു അത്ഭുതം നമുക്കാർക്കും വേണ്ട.